അതുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഒരു തരം ധൈര്യം തന്നെയാണ്. അതുണ്ടെങ്കിൽ ലിവ് യുവർ ലൈഫ്, ഡു വാട്ട് എവർ യു വാണ്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ജീവിക്കുക. നാളെ ഒരു വണ്ടി തട്ടിയാൽ തീരാവുന്ന കാര്യമുള്ളൂ. നാളെ വേണ്ട, ഇവിടുന്ന് കാപ്പ് പിടിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തീരാവുന്ന ഇതേ ഉള്ളൂ. ലൈഫ് ഒന്നേ ഉള്ളൂ. എൻജോയ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അവരെ ഉപദ്രവിക്കാതെ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ, അപകടം ഉണ്ടാക്കാതെ ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താ, മക്കളെ സപ്പോർട്ട് ചെയ്യും. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം മഞ്ജു പിള്ളയുടെ മകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് നമ്മുടെ യൂട്യൂബറായിട്ടുള്ള ഷെഫീന ബീവി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഷെഫീന ബീവിയുടെ ആ ഒരു പ്രതികരണത്തിൽ അവർ പ്രതികരിച്ച രീതി അത് കുറച്ച് മോശമായിപ്പോയി. കാരണം അവരുടെ വായിൽ നിന്ന് കുറച്ച് മോശമായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ വന്നു. അത് അവർ ഓൾറെഡി അംഗീകരിച്ച കാര്യമാണ്. അതായത് ഷെഫീന ബീവി തന്നെ സമ്മതിച്ചു അവരുടെ വായിൽ നിന്ന് ആ ഒരു സമയത്ത് ആ ഒരു ദേഷ്യത്തിന് പുറത്ത് അങ്ങനെ വായിൽ നിന്ന് വന്നു പോയിന്ന് അവർ തന്നെ അംഗീകരിച്ച കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഷെഫീന ബീവിക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ സപ്പോർട്ട് ഫുള്ള് ഷെഫീന ബീവിക്ക് തന്നെയാണ്. കാരണം അവർ പ്രതികരിച്ച രീതി തെറ്റാണെങ്കിലും അവരുടെ ഉദ്ദേശം എന്തായിരുന്നു, ഇമാതിരി വസ്ത്രം ധരിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനെ കുറിച്ചായിരുന്നു അവർ പ്രതികരിച്ചത്. ആ ഒരു പ്രതികരണത്തോട് നമ്മളും യോജിക്കുന്നു. എന്തായാലും ഇത്രയും ദിവസമായിട്ട് മഞ്ജുപിള്ള ഈ ഒരു വിഷയത്തിൽ യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ദേ മഞ്ജുപിള്ളയും മകളും കൂടെ വന്നിട്ട് ഒരു വ്ളോഗിലൂടെ കുറച്ചധികം കാര്യങ്ങൾ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് ഷെഫീന ബീവിക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് അവർ എത്തിയിരിക്കുന്നത്. എന്തായാലും അവർക്ക് അമ്മയ്ക്കും മകൾക്കും പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് വളരെ വിശദമായിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒരു സങ്കടം ന്യൂസായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, അമ്മയും ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വേണ്ട ഒരു സാധനം കിട്ടിയില്ല. സോ വി ആർ ആക്ച്വലി വെരി സാഡ് അബൌട്ട് ഇറ്റ്. അത് ആണെന്നറിയില്ല, അവിടുന്ന് ആക്ച്വലി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഐ എം ആക്ച്വലി വെരി സാഡ്. ജെന്യൂൻ ആയിട്ട് ഞാൻ പറയാം, ഭയങ്കര സാഡാണ് ഞാൻ. ഇങ്ങനെ അത് അഫക്റ്റ് ഞാൻ വിചാരിച്ചില്ല. അമ്മയ്ക്ക് എന്ത് പറയാനുണ്ടോ? അമ്മയ്ക്ക് അത് അഫക്ട് ചെയ്യുന്നുണ്ടോ? എനിക്ക് കൈ മതി, സാധനം വേണ്ട. സോ കയറ് കിട്ടിയില്ല. കേരളത്തിലെ കയറ് കിട്ടാഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. ബോംബെ കയർ ഇത്രേ ഉള്ളൂ. ഇപ്പൊ കയർ മേടിക്കാൻ നമ്മളെ പശുവിനെ കെട്ടുന്ന കയർ മേടിക്കണ്ട. അപ്പൊ ജനുവലി സാർ തലയൊക്കെ ഇവിടെ ഇങ്ങനെ വേദനിക്കുന്നു കയർ കിട്ടാത്തോണ്ട്. എന്തു കയറോ? കയറ് കിട്ടിയില്ല, ബെൽറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അല്ല, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അല്ല, അമ്മ പറയുമ്പോ ഞാൻ വിചാരിച്ചു ശരിക്കും കേട്ടു. തമാശ അല്ല കേട്ടോ, നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ദിസ് ഇസ് നോട്ട് ഫണി. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. എനിവേ, ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ദാറ്റ് വി ഗോണ ടോക്ക് അബൌട്ട് ഹൗ വി ഫീൽ അബൌട്ട് സർട്ടൻ സ്റ്റഫ്, certain ugly stuff. Words from Manju Pilla's mouth. അപ്പൊ നമുക്കിത് മഞ്ജു പിള്ളയുടെ തന്നെ ചോദിക്കാം എന്താണെന്ന്. ഞാൻ അങ്ങോട്ട് വരണോ? ഓക്കെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. മഞ്ജു പിള്ള, ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ്. ഓക്കെ ഗൈസ്, നമുക്ക് ദിസ് ഇസ് ഫോർ മൈ പീപ്പിൾ. ഞാൻ ഈ വീഡിയോ ഇടുന്നത് അമ്മയുടെ ഫാൻസിനും, എന്റെ ഫാൻസിനും പറയാൻ പറ്റില്ല, എനിക്ക് കുഴപ്പമില്ല, എന്നെ ഇഷ്ടപ്പെടുന്നത് സപ്പോർട്ടേഴ്സ് പീപ്പിൾ. അതാ ഞാൻ പറഞ്ഞത്, സപ്പോർട്ടേഴ്സ്. അമ്മ, ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ്? എന്ത് ഫീല്? ഞാൻ അത് ആലോചിച്ചിട്ടും കൂടി ഇല്ല, നല്ല ഫീൽ ഉണ്ടാവുള്ളൂ. ചോദ്യം, നല്ല ഉത്തരം. ഐ ഫീൽ ദാറ്റ് ദിസ് ഇസ് യൂസ്ലെസ് സ്റ്റഫ് which is happening. Useless stuff, but ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ബട്ട് ആസ് എ മദർ എവിടെയോ ഇരുന്ന് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഫാമിലി, നമ്മുടെ കുഞ്ഞുങ്ങളെ പറയും, എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞുങ്ങളെ പറയുമ്പോൾ ആസ് എ മദർ നമുക്കൊരു വേദന ഉണ്ടാവും. ഇവിടെ ഒരു വേദന, നോട്ട് എന്താ പറയാ, പേടി അല്ലെങ്കിൽ അങ്ങനെയല്ല. എനിക്ക് എന്റെ കൊച്ചിനെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഒരമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ മാർക്ക്. അല്ല, അത് എന്ത് ചെയ്യാൻ പറ്റുന്നല്ല, അല്ല എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷെ അത് മാത്രമല്ല, എന്നെ എത്രയോ പേര് എന്നെ സ്വന്തം മകളായിട്ട് കാണുന്നു. അമ്മ നല്ലല്ലേ മോനെ? മനസ്സിലായി. അതൊക്കെ നല്ലതല്ലേ? അതല്ല, എന്നെ എത്രയോ പേര് എന്നെ മകളായിട്ട് നല്ലതല്ലേ എന്ന് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളെ പറ്റിയല്ല പറഞ്ഞ കേട്ടോ. നിങ്ങള് ഒരു സ്പെസിഫിക് ആളുണ്ട്, ആ ആള് കൊറേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ആള് പറഞ്ഞതാണ് ഞാൻ മകളെ പോലെയാണെന്ന്. മകളെ പോലെ കാണുന്ന
ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇത് ഞാനും കുറച്ച് പറയും. ഇത് എനിക്ക് എല്ലാത്തിനേക്കാളും കുറച്ചും കൂടി ഇതാണ് എനിക്ക് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് പേഴ്സണലി. എനിക്ക് ഒരാളുണ്ടായിരുന്നെ, പേര് എനിക്ക് അറിയത്തില്ല, ഞാൻ മറന്നു. പക്ഷെ ദാറ്റ് ഒരു ആണായിരുന്നു. ഹി വാസ് സപ്പോർട്ടിങ് മീ. ഒരു വീഡിയോ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞ കുട്ടിയുടെ ഇഷ്ടം, കുട്ടിയുടെ ഡ്രസ്സ്, വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷെ അതിന്റെ താഴെ ഒരു കമന്റ് വന്നിരുന്നു, വേറെ ഏതൊരു പൊട്ടൻ വേറെ ഏതൊരു നല്ലൊരു മനുഷ്യൻ ഇത് എനിക്ക് അവര് റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് പെയ്ഡ് PR ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഈ എന്നെ സപ്പോർട്ട് ചെയ്ത ആള് തന്നെ പറഞ്ഞു സംശയമില്ലാതെ ഇല്ലാന്ന്. അപ്പൊ ഞാൻ വെച്ചാൽ ഇത് രണ്ട് കൊളംകാര, ഇത് എന്താ എനിക്ക് മനസ്സിലായില്ല. മേ ബി അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും. ഇറ്റ്സ് ഫൈൻ, കംപ്ലീറ്റ്ലി ഫൈൻ. ബട്ട് ഇത് ഒന്നല്ല, ഞാൻ പല ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് സെയിം തിങ്, പെയ്ഡ് PR. ഇതിനൊക്കെ ഉത്തരം കൊടുക്കാൻ നിൽക്കണോ? അല്ല, എന്റെ ചോദ്യം അതാണ്. ഇങ്ങനെയുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ മണ്ട ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കാൻ നിൽക്കണമെന്നാണ് എന്റെ ചോദ്യം. കാരണം ആൾക്കാർ പല സ്ഥലത്തിരുന്നും പല ഇതും ആവും. ഞാൻ ചോദിക്കട്ടെ, എന്റെ ഫാമിലിപ്പെട്ട ഒരാളാണ് അത് ഇട്ടതെങ്കിൽ ഓക്കെ, നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാം. നിനക്ക് അങ്ങനെ അറിയാമെന്ന്. നമ്മളെ അറിഞ്ഞുകൂടാത്ത രണ്ട് വ്യക്തികൾ ഇരുന്ന് എവിടെ വരും? നമ്മുടെ പേഴ്സണലി അറിയാത്ത രണ്ടുപേരാണ് അല്ലെ? പേഴ്സണലി അറിയാത്ത രണ്ടുപേരിരുന്ന് എനിക്കൊരു കമന്റ് വന്നിരിക്കുന്നു ഇപ്പൊ, കുറച്ച് ഓവറാണെന്ന്. ആണ് യൂട്യൂബിൽ ഓവറാക്കി കാണിക്കട്ടെ മക്കളെ. ഞാൻ ഓവറാവട്ടെ? ഇനി അടുത്ത പായ അമ്മ ഏറണാവും. എന്റെ മോളെ പറഞ്ഞാൽ എല്ലാത്തിനും കൂടി ഞാൻ പൂട്ടിക്കും. ആ വീഡിയോ ഇപ്പൊ കിടന്ന് കറങ്ങുന്നുണ്ട്. ആ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് പഴയ കുറച്ച് വീഡിയോസും അല്ലെങ്കിൽ അതും എടുത്തിട്ട് മഞ്ജു പിള്ള പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. പക്ഷെ അതൊരു 1 or 2 years ബാക്ക് എടുത്ത വീഡിയോ, പല ഇന്റർവ്യൂസിൽ നിന്ന് എടുത്തിട്ടുള്ള കട്ടുകൾ കൊടുത്തിട്ടാണ് അതുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴല്ലാതെ ഒരു വാക്ക് പോലും ആരോടും ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അതെടുത്തു തന്നെ പറയണം. ഒരാൾക്കും ഞാൻ ഒരു പേഴ്സണലി ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ആരോടും ഞാൻ എന്താ പറയണ്ടേ, ഇത് നമ്മുടെ ഇതിലുള്ള ഈ ഒരു കാര്യങ്ങൾ പുറത്ത് പറയുവാണെങ്കിൽ ഞാൻ ഒഫീഷ്യലി പറയുള്ളൂ. അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യും. ആദ്യമായിട്ടല്ലേ ഇവിടെ വന്ന് സംസാരിക്കും? ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടേ പറയുള്ളൂ. ഇത് എന്റെ മോളുടെ ചാനലിൽ സംസാരിക്കുന്നു എന്ന് അപ്പുറത്തേക്ക് വേറൊന്നും ചെയ്തിട്ടില്ല. അതെനിക്ക് എടുത്തു പറയണം. അതുകൊണ്ട് മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ആൾക്കാർ ഇടാനുള്ള ഇടും, ഇനിയിപ്പോ എന്ത് പറയാനാ? ഒന്നും പറയാനില്ല. അനദർ കമന്റ്സിനെ കുറിച്ച് കണ്ടതമ്മ, ഇതൊക്കെ നടന്നിട്ടും ഹൗ ആർ വി സോ കൂൾ, വൈ ആർ വി നോട്ട് ആക്ടിങ് ഓൺ ഇറ്റ്, ആൻഡ് വൈ ആർ വി സോ കൂൾ ആൻഡ് ചിൽ? ഉത്തരവുണ്ടോ? അത് എന്റെ അമ്മ വളർത്തിയതും ഞാൻ വളർത്തിയതും രണ്ട് സിംഗക്കുട്ടികളായി പോയി. കാണിച്ച് സിംഗം സീകര നീ അതിനിട്ട് ഇളക്കാതെ കണ്ടോണ്ടിരിക്കുന്നവർക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ആണോ ഗായസ്? നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടോ? ചൊട്ടി വെച്ചിട്ടുണ്ടല്ലോ കണ്ട് എന്റെ ബ്ലോഗ് ഞാൻ മാന്യമായിട്ട് ചെയ്യുമ്പോ ഒരു പ്രശ്നമില്ല. ഈ അമ്മമാരെല്ലാം കണക്ക് തന്നെ വന്നു കഴിയുമ്പോ നമ്മൾ അതേതാ കുറ്റം, ഇതേതാ കുറ്റം, അതേതാ കുറ്റം, ഇത് ചെയ്താ കുറ്റം, ഇത് ചെയ്താ കുറ്റം എന്ന് പറഞ്ഞിട്ടാണോ ഇങ്ങനെ കൊണ്ടുപോയത്? അതെന്തായിരുന്നു ഇത് മാന്യമായിട്ട് കണ്ടോ ഗൈസ്? ഇതാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇനി അടുത്ത കമന്റ് വരും, മഞ്ജുപിള്ള ഇങ്ങനെ പറഞ്ഞു മകൾ യൂട്യൂബ് വിട്ടു പോയെന്ന്. പിന്നെ ഒരു കാര്യം, എന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങി. കാരണം എന്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പം കാശൊന്നും മതിയായി. അപ്പൊ പറഞ്ഞു സ്വന്തമായിട്ട് കാശിന്റെ വില പഠിക്കണമെങ്കിൽ സ്വന്തമായിട്ട് യൂട്യൂബ് കാശ് ഉണ്ടാക്കാൻ. അങ്ങനെ എന്റെ അച്ഛൻ തന്നെ പറഞ്ഞത് യൂട്യൂബിൽ കൂടെ ഏൺ ചെയ്യാൻ പറ്റും. സീരിയസ്ലി എന്നെയും എന്റെ ഫാമിലി, എന്റെ മോളെയും ഒരുപാട് സ്നേഹിക്കുന്ന ആളുണ്ടെന്നും എനിക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒരു ആപത്ത് വരുമ്പോഴാണ് നമ്മളുടെ കൂടെ ആരൊക്കെ ഉണ്ട്, നമ്മളെ എത്ര പേര് സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാർ, കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ, പ്രായമുള്ള ആൾക്കാർ വരെ എന്നെയും എൻ്റെ മോളെയും സപ്പോർട്ട് ചെയ്യുകയും സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന് പറയുകയും ഒക്കെ ചെയ്തു. ഒരു പരിചയം പോലും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ എന്താ പറയണ്ടേ, ഐ എം ബ്ലെസ്ഡ്. ഞാൻ മാത്രമല്ല, എൻ്റെ മോളും ബ്ലെസ്ഡ് ആണെന്ന് മനസ്സിലാക്കിയ ഒരു അവസരമാണിത്, ഒരു കാലഘട്ടമായിരുന്നത്. ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ ഒരു ബന്ധങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. എങ്കിലും പറയേണ്ട സ്ഥലത്ത് പറയുക തന്നെ വേണം. ഒരുപാട് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഗോഡ് ബ്ലെസ് എല്ലാവർക്കും. കാരണം ആരെയും കാണുന്നില്ല, ആർക്കും അയച്ചെന്നും അറിയില്ല. അറിയാവുന്ന കുറച്ച് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവർക്കും ഒരുപാട് നന്ദി. എനിക്ക് ഏറ്റവും കൂടുതൽ ഒട്ടും അറിയാത്ത ആൾക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യലാണ്. ഒരുപാട് നന്ദി.
ലവ് യു ഓൾ. കണ്ടല്ലോ, അവർക്ക് അമ്മയ്ക്കും മകൾക്കും പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് മഞ്ജുപിള്ള ആണെങ്കിലും അല്ലെങ്കിൽ മകളാണെങ്കിലും പറയുന്ന അവർക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി. ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ആൾക്കാർ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു എന്നാണ് ഇവിടെ മഞ്ജുപിള്ള ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ മകളായിട്ടുള്ള ദയാസുജിത്ത് ആണെങ്കിലും പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ശരിയാണ്, 100-ൽ 80% ആൾക്കാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് നിങ്ങളുടെ വസ്ത്രധാരണം ശരിയായതുകൊണ്ടല്ല, ഒരിക്കലും അല്ല. നിങ്ങൾക്കെതിരായിട്ട് ഷെഫീന ബീവി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതിനെയാണ് എല്ലാവരും മെയിനായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതായത് അവർ പ്രതികരിച്ച ഒരു രീതിയോടാണ് എല്ലാവർക്കും എതിർപ്പ്. അല്ലാതെ ഈ പറയുന്ന മഞ്ജുപിള്ളയുടെ മകളുടെ വസ്ത്രധാരണത്തോടല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്തത്. ഷെഫീന ബീവിയുടെ ആ ഒരു സമയത്ത് പ്രതികരണം, അവരുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള വാക്കുകളായിരുന്നു. അതിനോടാണ് എല്ലാവർക്കും എതിർപ്പ് തോന്നുകയും ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന മഞ്ജുപിള്ളയുടെ മകളെ സപ്പോർട്ട് ചെയ്തതും. അല്ലാതെ ഈ പറയുന്ന മഞ്ജുപിള്ളയുടെ മകൾ ആ ഒരു ധരിച്ചിരുന്ന വേഷം നല്ലതായിരുന്നോ? അതിനൊന്നും ആരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ സപ്പോർട്ട് ചെയ്താലും ഇതിപ്പോൾ മഞ്ജുപിള്ളയുടെ മകൾ ഇടുന്നത് കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ഒരിക്കലും ഒരു മാതാപിതാക്കളും സ്വന്തം മക്കളെ ഈ ഒരു രീതിയിലൊക്കെ വേഷം ധരിച്ച് സമൂഹത്തിലേക്കോ അല്ലെ പബ്ലിക്കായിട്ട് ഇതുപോലുള്ള ഫോട്ടോസോ അല്ലെ വീഡിയോസോ ഇടുന്നതിനോടൊന്നും ഒരു മാതാപിതാക്കളും അംഗീകരിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ പോകുന്നില്ല. ഈ ഒരു വിഷയത്തിൽ ആരോടൊപ്പമാണ് നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ 100-ൽ 95% ആൾക്കാർ സപ്പോർട്ട് ചെയ്തത് ഷെഫീന ബീവിയെ തന്നെയാണ്. അതായത് എല്ലാവരും പറയുന്നത് എന്തുവാ, ഷെഫീന ബീവിയുടെ ആ ഒരു പ്രതികരിച്ച രീതി തെറ്റായിരുന്നെങ്കിലും എന്തിനെതിരെയാണ് അവർ പ്രതികരിച്ചത്? ഇമാതിരി അല്പവസ്ത്രം ധരിച്ച് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിലാണെങ്കിലും ഇറങ്ങുന്നതിനെ കുറിച്ചിട്ടാണ് ഷെഫീന ബീവി പ്രതികരിച്ചത്. ഇനിയിപ്പോൾ 2026 2040 വന്നു എന്ന് പറഞ്ഞാലും ഇമാതിരി വേഷം കെട്ടലുകളെ ഒന്നും ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറയുന്ന മഞ്ജുപിള്ള ആണെങ്കിലും അല്ലെങ്കിൽ മകളായിട്ടുള്ള ദയാസുജിത്ത് ആണെങ്കിലും അവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ അവരെ എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്ത് എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു വസ്ത്രധാരണത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അവരുടെ വിചാരം. അത് ഒരിക്കലും അല്ല. ഷെഫീന ബീവി അവർ പ്രതികരിച്ച രീതിയാണ് എല്ലാവരും അതിനെതിരെ പ്രതികരിക്കുകയും ഇവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താന്ന് പറഞ്ഞാലും ഷെഫീന ബീവി തന്നെ അത് അംഗീകരിച്ച കാര്യമാണ്. അവർ ആ ഒരു സമയത്ത് അവർക്ക് ആ ഒരു ദേഷ്യത്തിൽ അവർ ആ രീതി പ്രതികരിച്ചു പോയി. അത് അവർ അംഗീകരിക്കുന്ന കാര്യമാണ്. അത് തെറ്റ് തന്നെയാണ്, അത് നമ്മളും പറയുന്നുണ്ട്. പക്ഷേ അവർ ആ ഒരു പ്രതികരിച്ച വിഷയം എന്താണ്? ഇമാതിരി അവിടെ ഇവിടവും കാണിച്ചിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ അത് ആരിട്ടു എന്ന് പറഞ്ഞാലും നമ്മൾ അതിനെതിരെ പ്രതികരിക്കും.